വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എനിക്കറിയാം, നല്ലവണ്ണം അറിയാം. ഇന്നത്തെ സ്പെഷ്യൽ അനൗൺസ്മെന്റ് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഉത്സാഹത്തിലിരിക്കുകയാണെന്നറിയാം. സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ ടീച്ചേഴ്സ് ഡേ വളരെ വലിയ ആഘോഷത്തോടെ നടത്തും. ഞാൻ വിചാരിച്ചു പിക്നിക്കിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആയിരിക്കും. ഏതായാലും ഇപ്രാവശ്യത്തെ ടീച്ചേഴ്സ് ഡേക്ക് ബെസ്റ്റ് സ്റ്റുഡന്റിന് ഒരു ദിവസത്തേക്ക് പ്രിൻസിപ്പൽ ആകാനുള്ള അവസരം തരികയാണ്. പിന്നെ ഞാൻ ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കുകയും ചെയ്യും. സൈലന്റ് സ്റ്റുഡന്റ്, ഒരു കാര്യം ഓർക്കണം. ഇന്നു മുതൽ നാളെ വരെ, അതായത് ടീച്ചേഴ്സ് ഡേ വരെ, ഗോൾഡൻ ഹിൽസിലെ ഓരോ സ്റ്റുഡൻസിനെയും ഞാൻ വാച്ച് ചെയ്യുന്നതായിരിക്കും. അസംബ്ലി ഓവർ. കുട്ടികളെ പ്രിൻസിപ്പൽ ആക്കുന്ന ഈ ഐഡിയ ഉണ്ടല്ലോ, അത് വളരെ അപകടം പിടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു സർ. വെരി ഡേഞ്ചർ. ഒരു പ്രശ്നവും ഉണ്ടാകില്ല പപ്പി. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ചെയ്തതെന്ന് അറിയാമോ? കാരണം എല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വെറും ഗോപാലിനെയും മാധവിനെയും മാത്രമായിരിക്കും. നമ്മുടെ സ്കൂളിലെ ഏറ്റവും നല്ല ബ്രില്യന്റ് ആയ സ്റ്റുഡൻസ്. ചാൻസ് ഇല്ല, നോ ചാൻസ്. പ്രിൻസിപ്പൽ സാർ എപ്പോഴത്തെയും പോലെ ഗോപാലിനെയോ മാധവനെയോ ഇവരിൽ ആരെയെങ്കിലും ഇവിടുത്തെ പ്രിൻസിപ്പൾ ആക്കും. അവര് മാത്രമേ അങ്ങനെ പറയൂ. ബ്രില്യൻസ് പിള്ളേരെന്താ. ചേട്ടാ, ഈ പ്രിൻസിപ്പൽ സാർ എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്? ഇവന്മാര് രണ്ടുപേരും ഗുലുമാലൊക്കെ ചെയ്തിട്ട് സ്കൂളിന്റെ പേരൊക്കെ നശിപ്പിച്ച് കളയുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ പപ്പി തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകുന്നതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും ലക്ഷ്മണ? റിലാക്സ് ഗോപു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, എന്നിട്ട് ആലോചിക്കേ. നീ ആയിരിക്കും തീർച്ചയായിട്ടും വിജയിക്കുന്നത്. അതുകൊണ്ട് നീ വളരെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. അതെല്ലാം ഈ പ്രിൻസിപ്പൽ സാർ കാണണം. ഐഡിയ, നമുക്ക് ലോൺ മൊത്തം ക്ലീൻ ചെയ്താലോ? പ്രിൻസിപ്പൽ സാറിന് വല്ലാത്ത സന്തോഷാവും. ലോണിൽ നിന്നും നമുക്ക് ആ ഇലകളൊക്കെ മാറ്റാം. അപ്പൊ ആ കോമ്പറ്റീഷനിൽ നിന്നും ഔട്ടായി പോവും മാധവൻ എന്ന മണ്ടൻ. നീ എന്താ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് ലക്ഷ്മൺ? ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. അതായത് ആ ഗോപാൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉറപ്പിച്ച് കാണും. നമ്മളിപ്പോ അവനെ തോൽപ്പിക്കാൻ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. കറക്റ്റ് ആണല്ല. ഈ ഗോപു ഉണ്ടല്ലോ, ഗോപു, അവനെ നമുക്ക് ഫോളോ ചെയ്തിട്ട് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തോളാം. ഞാൻ പ്രിൻസിപ്പൽ. ഗോപു, പ്രിൻസിപ്പലിനെ ഇംപ്രസ് ചെയ്യാനുള്ള സമയമാണ് ഇത്. ബെസ്റ്റ് ഓഫ് ലക്ക് ഗോപു. ഈ ഗോപു കരികളെല്ലാം മാറ്റിയിട്ട് എന്നെ ഔട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. കഴിഞ്ഞു ഗോപു. ഇപ്പൊ ഈ ഇലകളൊക്കെ എവിടുന്നാ വന്നത്? എടാ, എന്താണ് നോക്കി നിൽക്കുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്. എടാ ലക്ഷ്മണ, ഇന്നെന്താ ഇങ്ങനെ കാറ്റടിക്കുന്നത്? അത് കണ്ടു, ഇവന്മാര് രണ്ടുപേരും ഗുലുമാലൊപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പൊ തന്നെ ഇത് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് പോയി പറയാൻ പോകല്ലോ. ഈ മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണോണ്ടിരിക്കുകയാണല്ലോ. ഈ ഇലകൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മുടെ കൈയും കാലും മരവിച്ച് പോകുന്ന തോന്നുന്നേ. ഞാൻ ശരിക്കും ടയർഡായി പോയി ഗോപു. എനിക്ക് തീരെ വയ്യ. ഇലകളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലോണം വന്നതല്ലേ? നല്ലോണം ക്ലീൻ ചെയ്തോടാടേ. പിടിച്ചോ, ഇല ക്ലീൻ ചെയ്യ, നല്ലോണം ക്ലീൻ ചെയ്യ. ചേടാ, ഇത് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് മാധവ? അത് പിന്നെ പ്രിൻസിപ്പൽ സാറേ, അത് പിന്നെ ഗോപാലിനെ ഞങ്ങൾ സഹായിക്കായിരുന്നു. അവൻ കുറെ നേരമായിട്ട് ഇലകളെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റ പ്രാവശ്യത്തിൽ എല്ലാ ഇലകളും കൊഴിഞ്ഞ് വീഴുകയാണെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പ്രിൻസിപ്പൽ സാർ. എന്നോട് കള്ളം പറയണ്ട. ഗോപാലിന്റെ ജോലി അധികമാക്കാൻ നീ ശ്രമിച്ചു. അതുകൊണ്ടൊരു പ്രശ്നമില്ല സാറേ, ഞാനതൊക്കെ ചെയ്യാം. എന്റെ സ്കൂളിൽ ഞാൻ ക്ലീൻ ചെയ്യാതെ പിന്നെ ആര് ക്ലീൻ ചെയ്യും? എന്താടാ ലക്ഷ്മണ? അതെ ഗോപു, യു ആർ റൈറ്റ്. ഞാനും സഹായിക്കാം പ്രിൻസിപ്പൽ സർ. വേണ്ട മിലി. ഗോപാൽ, നീ നിന്റെ ബ്രൂം സ്റ്റിക്ക് മാധവന് കൊടുക്ക്. ഇനി അവനെല്ലാം ചെയ്യട്ടെ. ഓക്കെ സാറേ. എടാ, ഇന്നാ പിടിച്ചോ. എടാ മാധവ.
എടാ സോറി, ഞാൻ എന്റെ ബ്രൂം സ്റ്റിക് തരാൻ മറന്നുപോയി. നിന്റെ ചൂല് നീ തന്നെ അങ്ങ് വെച്ചോട്ടാ. നിന്റെ ചൂല് എന്റെ ചൂല് പോലില്ല, ഞാൻ വെച്ചേക്കാം. അങ്ങനെ ഉണ്ടാവണം. സ്കൂളിലേക്ക് വന്നിട്ട് നിന്റെ അഭ്യാസം ഒന്ന് കാണിക്കാൻ പാടില്ല, മനസ്സിലായോടാ? പോയി ജോലി നോക്കണേ. പ്രിൻസിപ്പൽ സാർ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ചെയ്യടാ, നല്ലോണം ക്ലീൻ ചെയ്യടാ. ഞാനിപ്പോ എവിടെയാ ഉള്ളത്? ആരാണ് ഞാൻ? പ്രിൻസിപ്പൽ സാറിന്റെ മുന്നിൽ മാധവന്റെ മുഖം നീ കണ്ടായിരുന്നോ? വന്നിരിക്കുന്ന ഒരുത്തൻ എന്റെ ജോലി നശിപ്പിക്കാൻ. ഗോപു, നീ വളരെ സ്മാർട്ടാണ്. നീ അവരെ സ്മാഷ് ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. എനിക്ക് തോന്നുന്നത് മാധവന് അവന്റെ സ്റ്റൈലിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. അങ്ങോട്ട് നോക്കടാ ഗോപു. ഐഡിയ. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഈ പ്രിൻസിപ്പൽ സാറ് എന്നെ എങ്ങനെ പ്രിൻസിപ്പൾ ആക്കാതിരിക്കുന്നു ഞാൻ നോക്കട്ടെ. ഇപ്പൊ നോക്കിക്കോടാ മാധവ, കറുത്ത കളർ വെച്ച് ഇപ്പൊ നീ പെയിന്റ് ചെയ്ത സ്ഥലം മൊത്തം ഞാൻ നശിപ്പിക്കാൻ പോവുക. ഈ കുട്ടി ചത്തന്മാർക്ക് ഗോൾഡൻ ഹിൽസിന്റെ പേര് നശിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. പ്രിൻസിപ്പൽ സാർ ഇനി നിന്റെ കാര്യം പോക്കാം മാധവ. എന്റെ ഈശ്വരാ, എനിക്കിപ്പോ കാണുന്നതെല്ലാം വളരെ ഇരുട്ടായിരിക്കുന്നുണ്ടല്ലോ. ഗോപാൽ, ഇൻസൾട്ട് ആണ് ഗോപു, അത് ഭയങ്കര ഇൻസൾട്ട് ആണ്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെട്ടു മാധവ. പക്ഷെ നീ വേണമെങ്കിൽ നോക്കിക്കോ, ഗോപാൽ വെറുതെ ഇരിക്കില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. Thank you, Gopal. Students, let's take a small break. ഏത് കണ്ടോ? വട്ടത്തിൽ എന്തോ കാണുന്നുണ്ടല്ലോ. അതൊരു കുളമാണടാ. ഹലോ മിസ്റ്റർ ഗോപാൽ. സാറേ, ദേ ചൂടുള്ള സൂപ്പ്. എന്റെ എത്രയും പ്രിയപ്പെട്ട സ്റ്റുഡന്റ്, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ സ്കൂളിലെ ഓരോ കുട്ടിയെയും ക്ലോസ് ആയി വാച്ച് ചെയ്യുകയായിരുന്നു. പ്രിൻസിപ്പൽ സാർ, ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന കാര്യം ഇതെന്താ? ഡിയർ മിലി, പ്രിൻസിപ്പൽ സാറ് എല്ലാരെക്കാളും ബെസ്റ്റ് ആണ്. ഒരുപാട് സമയം ആലോചിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ടീച്ചേഴ്സ് ഡേ ദിവസം നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആകാൻ പോകുന്നത് മിലി ആയിരിക്കും. എന്റെ പ്ലാൻ നല്ലോണം വർക്കൗട്ട് ആയല്ലോ. ടാക്കി എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നു. എപ്പോഴും വളരെ ശാന്തനായിരിക്കുന്ന കുട്ടിയായിരിക്കും. ബ്രില്യന്റ് ആൻഡ് ഇന്റലിജന്റ്. നിങ്ങൾ രണ്ട് വാക്ക് സംസാരിക്കുന്നു മിലി. അല്ല മാഡം പ്രിൻസിപ്പൽ.
പ്രിൻസിപ്പൽ മാഡം ഇതാ വാങ്ങിച്ചോളൂ ചൂടായിട്ടുള്ള ചായ. താങ്ക് യു പപ്പി. പ്രിൻസിപ്പൽ മാഡം ഗോപാലിനെയും മാധവനെയും റെസ്ട്രിക്കേറ്റ് ചെയ്തേക്ക്. സ്ഥിരമായിട്ട് അവര് ഗുലുമാല ഒപ്പിച്ചോണ്ടിരിക്കുകയാണ് മാഡം. ഗുലുമാല് ആണോ? പക്ഷെ അതിന് എന്താ പ്രൂഫ് ഉള്ളത് പപ്പി?